ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡെയിലി ഡയറീസ്. അപ്പോൾ ഇന്ന് വന്നിട്ട് ഒരു സ്പെഷ്യൽ വ്ളോഗാണ്. വലിയ അത്ര സ്പെഷ്യൽ ഒന്നും അല്ല, എന്നാലൊരു ചെറിയ എൻ്റെ ഒരു ഇഷ്ടപ്പെട്ട ഫുഡിന്റെ ഒരു വ്ളോഗ് ചെയ്യാന്ന് വിചാരിക്കുന്നു. ഞാൻ ആദ്യമൊന്നും എനിക്ക് ഭയങ്കര ഇഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. സാധാരണ ഞാൻ ഉദ്ദേശിക്കുന്നത് മക്രോണിയുടെ പാസ്ത, വൈറ്റ് സോസ് പാസ്ത ഞാൻ ആദ്യമൊന്നും കഴിക്കലുണ്ടായില്ല. പിന്നെ ഞാനൊരു രീതിയിൽ മാറ്റി നോക്കി, അങ്ങനെ നോക്കിയിട്ട് ആക്കിയ സാധനമാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെയാണോ ആക്കലെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ ഇങ്ങനെയാണ് ആക്കുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ തന്നെ ട്രൈ ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ ഇതിന് വേണ്ടത് നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറികൾ. ഞാൻ ഇതിൽ ക്യാപ്സിക്കം ഒന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് വീട്ടിൽ നിങ്ങൾക്ക് കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള പച്ചക്കറികൾ യൂസ് ചെയ്ത് എക്സ്ട്രാ ഒരു ബട്ടറും പാലും, ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് പറയുന്നത് ബട്ടറും പാലുമാണ് കേട്ടോ. ഇത് രണ്ടും കൂടിയിട്ട് എങ്ങനെയാണ് ഒരു വൈറ്റ് സോസ് പാസ്ത നിങ്ങൾക്കും കുട്ടികൾക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ എങ്ങനെ നിങ്ങൾക്ക് ഉണ്ടാക്കാന്നുള്ള രീതിയിലാണ് ഞാനിത് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡെയിലി ഡയറീസ്. അപ്പോൾ ഗൈസ്, അപ്പോൾ നമുക്ക് ഇതിനായിട്ട് വേണ്ടത്, നമുക്ക് ഇതിന് മക്രോണി വേണം എന്തായാലും. അപ്പോൾ മക്രോണി ഈ ഒരു പ്ലേറ്റ്, ചെറിയൊരു പ്ലേറ്റ് ഈ മക്രോണി ഉണ്ട്. പിന്നെ അതിനുശേഷം നമുക്ക് വേണ്ടത് നമ്മുടെ സവാള ഞാനിത് ഒരു 2 ചെറിയ സവാളയാണ്. അപ്പോൾ അത് ഞാനിവിടെ ഫ്രഷായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ക്യാരറ്റാണ്. ഇത് നിങ്ങൾ എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ മക്രോണി എത്ര എടുക്കുന്നത് അതിന് കണക്കായിട്ട് എടുക്കുക. ഇതിനേക്കാൾ മക്രോണി എടുക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ 2 ക്യാരറ്റൊക്കെ വേണ്ടി വരും. അപ്പോൾ ഇപ്പോൾ ഒരു ക്യാരറ്റ് മതി. ഒരു ക്യാരറ്റ് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ബീൻസോ അല്ലെങ്കിൽ പയർ, അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളത് ഉപയോഗിക്കാം. അത് വേണം നിർബന്ധമില്ല. ക്യാരറ്റും ഉള്ളി മാത്രം മെയിനായിട്ട് മതി. ഓക്കെ, അതിനുശേഷം വീട്ടിലുള്ള നാടൻ കറിവേപ്പിലയാണ് കേട്ടോ ഞാനെടുത്ത്. അപ്പോൾ കറിവേപ്പില 2 എണ്ണം വേണ്ട, ഒരു കറിവേപ്പില മതിയാവും, ഒരു തണ്ട് കറിവേപ്പില, മക്രോണിയുടെ അളവ് പോലെ തന്നെ. പിന്നെ ഒരു രണ്ട് ചെറിയ വെളുത്തുള്ളി, 2 അല്ലി ചെറിയ വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്. പിന്നെ നമുക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ്. ഓക്കെ, മൈദപ്പൊടി വേണം. പിന്നെ ഒരു ഗ്ലാസ് പാല്, റോ മിൽക്ക്, ഒരു ഗ്ലാസ് പാല്. പിന്നെ വേണ്ടത് മെയിനായിട്ട് ബട്ടറാണ്. ഈ വൈറ്റ് സോസ് പാസ്തയ്ക്ക് വേണ്ടത് ബട്ടർ. ഞാനിത് യൂസ് ചെയ്തതിൻ്റെ ബാക്കിയാണ്. ഈ ഒരു ചെറിയ പീസ് മതിയാവും. അപ്പോൾ ഇനി നമുക്ക് ആദ്യം തന്നെ മക്രോണി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മക്രോണി എടുത്ത് വെച്ച മക്രോണി എടുക്കാം. അതിലേക്ക് നമുക്ക് വെള്ളം എടുക്കണം. അതിലേക്ക് നമുക്ക് വേവാൻ പാകത്തിന് വെള്ളം വേണം. ഉപ്പിട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കാം. ഓക്കെ, വേവിക്കുന്ന ഇടയിൽ നമ്മളൊന്ന് മക്രോണി ഇളക്കി കൊടുക്കണം ചെറുതായിട്ട്, അല്ലെങ്കിൽ അത് അടിക്ക് പറ്റിപ്പോവും. അപ്പോൾ ഇളം തീയിൽ ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 5-10 മിനിറ്റ് അത് വേവിച്ചിട്ട് വേവാൻ വെക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ആ ഒരു സമയം നോക്കി നമുക്ക് ഇപ്പുറ സൈഡിൽ പാന് നമുക്ക് ചൂടാക്കാൻ വെക്കാം. ഓക്കെ, പാനിൽ നമുക്ക് നമ്മുടെ ഉള്ളി, ക്യാരറ്റ് ഇതൊക്കെ വഴറ്റിയെടുക്കണം, വെജിറ്റബിൾസ്. അപ്പോൾ അതിനായി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഓക്കെ, അപ്പം നമ്മൾ എണ്ണ ഒഴിച്ച ശേഷം അതിലേക്ക് സവാള ഇട്ട് കൊടുക്കുക. അപ്പം തന്നെ പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ആ ഒരു സമയത്ത് അപ്പുറത്തെ ഫ്ലെയിമിൽ നമ്മൾ മക്രോണി വേവിക്കാൻ വെച്ചത് ഉണ്ട്, അത് ഓർമ്മിക്കണം, മറന്നു പോകരുത്. അതും കൂടി ഒന്ന് നോക്കണേ. അപ്പോൾ നല്ല വഴഞ്ഞ് വരുന്നുണ്ട് ഗൈസ്. ആ ഒരു ടൈം നമുക്ക് ക്യാരറ്റ് അരിഞ്ഞത് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അതുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഓക്കെ, ആ ഒരു ടൈമിൽ അപ്പുറത്ത് നമ്മുടെ മക്രോണി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ.
അത് നമുക്ക് ഒരു പ്ലേറ്റിൽ അരിപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് വെള്ളം ഊറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ ബാക്കിയുള്ള കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി കഷ്ണം, ബീൻസ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതിലേക്ക് ഇളക്കി വേവിക്കുക. ഓക്കെ, അപ്പോൾ ഇനിയാണ് നമ്മുടെ മെയിൻ പൊടി ഇൻഗ്രീഡിയൻറ്റ് വരുന്നത് കേട്ടോ, കുരുമുളക് പൊടി. ഇനി അടുത്തത് എടുത്തു വെച്ച നമ്മുടെ പാല് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ബാക്കി കുറച്ച് ലാസ്റ്റ് ആവശ്യമുണ്ട് കേട്ടോ, അതുകൊണ്ട് എല്ലാം ഒഴിച്ചു കൊടുക്കണ്ട, ഇപ്പം തന്നെ ബാക്കി നമുക്ക് നേരത്തെ വെക്കണം. ഓക്കെ, എന്നിട്ട് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്ക് പാകത്തിന് ഉപ്പ് നോക്കണം. എന്നിട്ട് വേണമെങ്കിൽ നമുക്കത് ആഡ് ചെയ്ത് കൊടുക്കുകയും വേണം. ഉപ്പ് കുറവാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം, ഉണ്ടെങ്കിൽ അത് മതി. ആവശ്യത്തിന് നോക്കിയിട്ട് പാകത്തിനിടാം. പിന്നെ നമുക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് നമുക്ക് വേണമെങ്കിൽ യൂസാക്കിയാൽ മതി, കാരണം കുട്ടികൾക്കാണെങ്കിൽ ഞാൻ ഇതൊരിക്കലും പറയില്ല, മൈദ യൂസാക്കാൻ നിർബന്ധിക്കില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ചെയ്യാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ശേഷം ഇനി നമ്മളുടെ ബട്ടർ വേണം. അത് ഞാൻ മിൽക്കി മിസ്റ്റിൻ്റെ ബട്ടറാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇത് സൂപ്പർ ബട്ടറാണ് കേട്ടോ, നല്ല ടേസ്റ്റി സാധനമാണ്. അപ്പോൾ ബട്ടർ നിങ്ങൾ നോക്കിയിട്ട് വാങ്ങാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ മിൽക്കി മിസ്റ്റിൻ്റെ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അത് നമുക്ക് മക്രോണി എത്രയാണ് എടുക്കുന്നത്, ഇപ്പോൾ കുറച്ചായതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഒരു ഹാഫ് പോർഷൻ മതിയാവും. ഓക്കെ, അതിൻ്റെ ഹാഫ് ആഡ് ചെയ്ത് കൊടുത്തു. ശേഷം നമ്മളുടെ മക്രോണി കൂടി നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായ ആ മക്രോണി കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ യൂസ് ചെയ്ത് ബാക്കി വന്ന പാല് അതുകൂടെ ആഡ് ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഓക്കെ, അപ്പോൾ നമ്മുടെ വൈറ്റ് സോസ് പാസ്ത ഇവിടെ റെഡിയാണ് ഗൈസ്. ഓക്കെ, ഓക്കെ അപ്പോൾ ഓക്കെ, നമ്മൾ മക്രോണിയുടെ വൈറ്റ് സോസ് പാസ്ത റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ടേസ്റ്റ് നോക്കിയിട്ട് സത്യം പറയേണ്ടത് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഒരാൾക്ക് തന്നെ കൊടുത്ത ടേസ്റ്റ് നോക്കിയിട്ട്. ഓക്കെ, എന്നിട്ട് അവരെന്ന് പറയുന്നത് നോക്കാം.
കഴിക്കും. അപ്പൊ എന്തായാലും എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സംഭവം നിങ്ങൾ വിചാരിക്കുന്ന പോലെ നല്ല സൂപ്പറാണ്. നിങ്ങൾ ഇതിനു വേണ്ടി ക്യാപ്സിക്കൊന്നും പെരുതി തണുപ്പൊന്നും വേണ്ട, വീട്ടിലെ വെജിറ്റബിൾസ് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാം. അപ്പൊ ഇതിന് വേണ്ടത് മെയിൻ ആയിട്ട് റോ മിൽക്കും ബട്ടറാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്തായാലും ഇത് ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ കുട്ടികൾക്ക് കൊടുക്കുക, എന്തായാലും ഇഷ്ടാവും. ഓക്കെ, അപ്പൊ ഈവനിങ് സ്നാക്സ് ആയിട്ട് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത ശേഷം കമന്റ് ചെയ്യണം. ഓക്കെ, അപ്പോ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് കമന്റ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ ബൈ.